അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഗീസേട്ടൻ പെയിൻറ്റർ ബായ്. അപ്പോൾ ആള് ബായല്ല കേട്ടോ, അയ്യോ എൻ്റെ പിന്നെ നമ്മുടെ കൊല്ലംകാരൻ. അപ്പോൾ ആള് ഇതാ പുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൈമർ കാര്യങ്ങളൊക്കെ അടിച്ച് വയ്ക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ഒരു സംഭവം കണ്ടെന്ന് വെച്ചാൽ ഒരു ഡോറ് ഫുള്ള് പുട്ടി വർക്ക് ചെയ്തിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ മുമ്പ് വർക്ക് ചെയ്തവരെ മര്യാദയ്ക്ക് ചെയ്യാത്ത കാരണം കൊണ്ട് ഒരു പൊളച്ചിൽ, എന്താ പറയുക, ഒരു പൊളച്ചില്ല. അപ്പോൾ ഫുള്ള് പുട്ടിട്ട് ആൾ സെറ്റാക്കിക്കുക. കാണിച്ചുതരാം, വേണ്ട. ആളോട് ഞാൻ പറയാൻ പറഞ്ഞപ്പോൾ ആൾക്ക് പറയാൻ പറ്റില്ല. എനിക്ക് പറയാമെന്ന് അങ്ങനെ അറിയില്ലടാ, നീ തന്നെ പറഞ്ഞു. അപ്പോൾ അതാണ് സംഭവം. അപ്പം നീ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കല്ലേ ചേട്ടാ? പെയിൻ്റ് അല്ലാട്ടാ. ആള് പറയാം ഓക്കെ ഇന്ന് രാത്രി ഇപ്പോൾ പെയിൻ്റ് അടിക്കാന്ന്. അപ്പോൾ ഞങ്ങളിന്ന് പെയിൻ്റ് അടിച്ച് സെറ്റാക്കാൻ പോവാണ്. വർഗീസ് ചേട്ടനാണ് എൻ്റെ വിശ്വാസം അല്ലേ? പൊളിക്കില്ലേ? അത് മതി. അപ്പോൾ നമ്മുടെ ബോണറ്റ് പുട്ടി വർക്ക് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈമർ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബാക്കിയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡോറ് ആൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഒരു 3 ഡോറുണ്ട്, ഒരു ഡിക്കി ഉണ്ട് അല്ല വർഗീസ് ചേട്ടാ? പിന്നെ അതും കൂടിയും പുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പ്രൈമർ അടിച്ച് സെറ്റാക്കി വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് പെയിൻറ്റിങ് നമ്മുടെ വർഗീസ് ചേട്ടാ പൊളിക്കും. അതൊരു രക്ഷയില്ല. ഒരു ടെസ്ലയുടെ ഒരു സാധനം ഇറങ്ങാണ്ട് അല്ല വർഗീസ് ചേട്ടാ? ഒരു ടെസ്ലയുടെ വീഡിയോ വരാണ്ട്, അതിലെന്നെ കാണിച്ചു തരാം. അത് ഇവിടെ കെടുക്കുന്നുണ്ട്, ഇപ്പം കാണിക്കാൻ പറ്റില്ല അല്ലേ? ഫുള്ള് പോളിഷിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ.